ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ സെക്കൻഡ് ഡേ തുടങ്ങിയതാണ്. നമ്മൾ ഒരു പാക്കേജിൽ ആണ് ഇന്ന് പോകുന്നത്. ഇന്നലെ നമ്മൾ കുറച്ച് മാർക്കറ്റും അതും ഇതൊക്കെ അതിനും കാണാൻ പോയത്. ഇന്ന് കുറച്ച് ടൂറിസ്റ്റ് പ്ലേസ് ആണ് പോകുന്നത്. ഈ പാക്കേജിൽ പെർ ഹെഡ് 250 ആണ് അവർ പറഞ്ഞത്. പക്ഷേ പിന്നെ കുറച്ച് അല്ലാണ്ട് ഗൈഡിന് എന്തോ ഒരു 40 റുപ്പീസും പിന്നെ വേറെ കുറച്ച് എക്സ്ട്രാ എമൗണ്ട് ഒക്കെ വന്നിട്ട് ഒരു 290 നമ്മളിപ്പോ ഇത് ഉറപ്പിച്ച് വെച്ചത്. ഇന്നിപ്പോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പിന്നെ VT സ്റ്റേഷൻ ഒന്നുകൂടി പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എവിടൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മള് വലിയ ഒരു ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് കാണിച്ച് കുറെ സമയം എടുത്ത് ഇങ്ങനെ ഒരു ബോട്ട് ജെട്ടിയിൽ എത്തിയതാണ്. പക്ഷെ സത്യം പറയട്ടെ, നമ്മളെ കേരളത്തിലെ മെറൈൻ ഡ്രൈവിന്റെ അത്ര ഒന്നും ഇതെത്തൂല. ഇത് എന്ത് ഭയങ്കര വൃത്തിയുടെ സ്മെല്ല്. ഫസ്റ്റ് ആ കേറുന്ന എൻട്രിന്റെ അവിടെയൊക്കെ ഭയങ്കര സ്മെല്ലായിരുന്നു. ആൻഡ് ഇവിടെ ബോട്ടിന് റേറ്റ് പറയുന്നത് 400 റുപ്പീസ് ആണ്. ആ പോകുന്ന ബോട്ട് ഉണ്ടോ, ഏകദേശം ഇങ്ങനത്തെ ഒരു ബോട്ടിങ്ങിനാണ് ഇവര് 400 റുപ്പീസ് പറഞ്ഞത്. അപ്പൊ നമ്മളെ മെറൈൻ ഡ്രൈവിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല തോന്നിയിട്ട് നമ്മൾ ആരും പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ബോത്തല്ല സംഭവം. അപ്പോ ഇതില് വേറൊരു പ്രശ്നം എന്താ വെച്ചാല്, നമ്മളെ ബസ്സിൽ വേറെ 2-3 ടീംസ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു ടീം ഇവരെ കൂടി പോകുന്നത് കൊണ്ട് നമ്മൾ ഓരോ വെയിറ്റ് ചെയ്ത് ഇവിടെ 1 ഹവർ വെയിറ്റ് ചെയ്യണം. ഒരു 45 മിനിറ്റ്സ് ആണ് ഇതിന്റെ ടൈം പറഞ്ഞത്. അപ്പൊ അത്രയും സമയം നമ്മളിപ്പോ ഇവിടെ പോസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഗേറ്റ് വേ ഓഫ് ഇന്ത്യന്റെ മുന്നിലാണുള്ളത്. മുംബൈയിൽ എന്തായാലും നമ്മള് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. നല്ല കാറ്റുണ്ട്, നല്ലൊരു ക്ലൈമറ്റിലാണ് നമ്മൾ എന്തായാലും എത്തിപ്പെട്ടത്. ഇന്നലെ രാത്രി ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതിന്റെ ഒരു സുഖം നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഓക്കെ, നമുക്ക് കാണാൻ പറ്റില്ലേ? പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്തേക്ക് നിന്നാല് താജ് ഹോട്ടലും കാണാൻ ഭയങ്കര വിന്റേജ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്. അതന്നെ, നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ. നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇവിടെ ക്യാമറാമാൻമാരുണ്ട്, ഓരോക്കെ എടുത്തിരുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2-3 ഫോട്ടോസ് എടുത്ത് ഇവിടെ എനിക്ക് നല്ല ഇഷ്ടമായി. മറ്റേത് പോട്ടെ, ഇത് നല്ല ഇഷ്ടമായി. പക്ഷെ ഇവിടെ നമുക്ക് 1/2 മണിക്കൂറെ നമ്മളെ പാക്കേജുകാർ തന്നിരുന്നു, പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോ എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ട് നല്ല ഇഷ്ടമായി. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മെറൈൻ ഡ്രൈവിലാണുള്ളത്. നല്ല കാറ്റൊക്കെ ഉണ്ട്. ഈ ബസ്സിൽ വരുമ്പോ ചെറിയ ചൂടെടുക്കുന്നത് ഇവിടെ തിങ്ങാൻ നമുക്ക് നല്ല കാറ്റ് കിട്ടി, നല്ല സുഖമുണ്ട്, നല്ലൊരു ക്ലൈമറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. വെയിലൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് എന്താ ക്ഷീണല്ലാണ്ട് നമുക്ക് നല്ല വ്യൂ കണ്ട് ഇങ്ങനെ കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഒരു സ്റ്റേഡിയം വരുന്നുണ്ട്, മുംബൈ ഇന്ത്യൻസിന്റെ സ്റ്റേഡിയം, വാങ്കഡേഷ് സ്റ്റേഡിയം. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോ എന്തായാലും നല്ല വ്യൂ, ഇവിടെ നല്ല തിരമാലകളൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്.
നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മളിപ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ട്, SBI, പിന്നെ LIC, എയർ ഇന്ത്യന്റെ ഒരു ഓഫീസ്, പിന്നെ അതേപോലെ ക്ലോക്ക് ടവർ കണ്ട്, അങ്ങനെ പല ഇതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടത് എന്തായാലും, പിന്നെ ബസ്സിലായതുകൊണ്ട് പരിമിതികൾ ഉണ്ടായിരുന്നു, നമുക്ക് അധികം എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു ജസ്റ്റ് ഇങ്ങനെ ഗൈഡ് പറയുന്നുണ്ട് ഇതാണ് അത് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നതല്ലാണ്ട് നമുക്കൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആകെ നല്ലൊരു അറിവ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുറെ ഫ്ലാറ്റുകളൊക്കെ ആയിട്ട് ഫുൾ ഞങ്ങൾ നോക്കി, ഫുൾ ബിൽഡിങ്സ് തന്നെയാണ്. നല്ലൊരു വ്യൂ ഉണ്ട് എന്തായാലും ഇവിടുന്ന് കാണാൻ. ഒരു മൂടി ക്ലൈമറ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത് ഇപ്പോ. അപ്പൊ നമ്മളിപ്പോ ജുഗു ബീച്ചിലാണുള്ളത്. നമ്മളെ ഈ ഒരു പാക്കേജിൽ ഒരു പറയുന്ന ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. നമ്മള് ബാന്ദ്ര ബീച്ച് ഇതിന്റെ മുന്നേ കണ്ട്, അതിലെ വരുമ്പോ ആണ് ഷാറുഖ് ഖാന്റെ വീട് കണ്ട്, സോനം കപൂർ, അമിതാഭ് ബച്ചൻ, അമീർ ഖാൻ അല്ല സൽമാൻ ഖാൻ, അങ്ങനെ കുറെ ആൾക്കാരുടെ വീടൊക്കെ നമ്മൾ കണ്ട്. ഇതിപ്പോ ജുഗു ബീച്ചിന്റെ ഒരു എൻഡാണ് കേട്ടോ, എൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറെ ആൾക്കാരുണ്ട്. ഒരു കോഴിക്കോട് ബീച്ചിന്റെ ഒക്കെ മാതിരിയുള്ള തന്നെ ഒരു ബീച്ചാണ് ഇത് കാണാന്. പിന്നെ നമ്മള് സീലിംഗ് ബ്രിഡ്ജ് കൂടിയാണ് വന്നത് കേട്ടോ. അത് നമുക്ക് ഒരു എന്താ പറയാ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് നമുക്ക് തന്നത്. കാരണം നമ്മളിതൊരു നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു പുറത്ത് ഇന്റർനാഷണൽ ആയിട്ട് കാണുന്ന ഒരു ബ്രിഡ്ജ് മാതിരി സീലിംഗ് ബ്രിഡ്ജ് അടിപൊളിയായിരുന്നു. അത് ഈ സീലിംഗ് ബ്രിഡ്ജ് കാണാന് ഒരു ഇന്റർനാഷണൽ ലുക്ക് ആയിരുന്നു കേട്ടോ കാണാന്. നമ്മൾ പുറം രാജ്യങ്ങളിൽ കാണുന്നിട്ട് ഒരു അടിപൊളി ഒരു വെറൈറ്റി ബ്രിഡ്ജ് ആയിരുന്നു. നമ്മൾ അതിലൂടെയാണ് വന്നത്. മുംബൈ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. എന്തായാലും ബീച്ചില് നല്ല തിരക്കുണ്ട്. കുറെ ആൾക്കാർ ഇതാ കുളിക്കുന്നൊക്കെ ഉണ്ട്. കുറെ ഉള്ളിൽ അധികം ഭയങ്കര ആഴത്തിലേക്ക് പോയി കാണിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളെ കോഴിക്കോടൊന്നും ഇങ്ങനെ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയത് ഞാൻ കാണില്ല. എന്തായാലും നല്ല തിരക്കുണ്ട് കാണാൻ. അതാ അങ്ങോട്ട് നോക്കിയാല് lots of people. അപ്പോ
ഇത് പറയുമ്പോൾ നമ്മളെ ഒരു 15 ദിവസത്തെ ഡൽഹി, കശ്മീർ, അമൃത്സർ, മുംബൈ എന്ന് പറഞ്ഞ് ഒരു ലോങ് ഒരു ട്രിപ്പ് ആയിരുന്നു ഇത്. ആൻഡ് ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യേണ്ടതാണ്. ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.